ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും. അപ്പം ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത സിനിമ 2018 ഇറങ്ങിയ ഒരു സ്വീഡിഷ് ഡാനിഷ് സയൻസ് ഫിക്ഷൻ സിനിമയാണ്. ഒരു സ്പേസ് സിനിമ, അണിയറ എന്നുള്ളതിന്റെ പേര്. പ്ലോട്ട് വളരെ സിമ്പിളാണ്. കുറച്ച് കോടീശ്വരന്മാർ ചൊവ്വയിലേക്ക് ഒരു യാത്ര പോവാണ്, ഒരു ഭീമൻ സ്പേസ് ഷിപ്പിൽ. ആ സ്പേസ് ഷിപ്പിന്റെ പേരാണ് അണിയറ. അതിന് സ്പേസ് ഷിപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സിറ്റി മൊത്തം ഇങ്ങനെ ഇളക്കിയിട്ട് സ്പേസിലൂടെ കൊണ്ടുപോയി എങ്ങനെ ഉണ്ടാവും, അതാണ് സംഭവം. കാര്യം ഭയങ്കര സെറ്റപ്പ് ഒക്കെയാണ്. എന്നാൽ പോണ വഴിക്ക് അവർക്കൊരു പണി കിട്ടി. പെട്രോൾ തീർന്നുപോയി, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂല് തീർന്നുപോയി. സ്പേസിൽ വെച്ചിട്ടാണ് ഫ്യൂല് തീർന്നു പോയിരിക്കുന്നത്. എന്ത് ചെയ്യും? വെൽക്കം ബാക്ക് ടു മൂവിഫ്ലിക്സ് മലയാളം. ഈ കഥ നടക്കുന്നത് ഫ്യൂച്ചറിലാണ്. ആ സമയത്തെ ഭൂമിയിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ 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 മോശമാണ്. മെയിൻ പ്രശ്നം ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. പിന്നെ കടല് മൊത്തം കയറിയത് കാരണം ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊന്നും ജീവിക്കാൻ ഒരു സെറ്റപ്പും ഇല്ലാതെ. ഇതാണ് ഇപ്പോൾ ഭൂമിയിലെ പ്രശ്നം. എന്നാൽ ഈ ഒരു പ്രശ്നം കുറെ പാവപ്പെട്ടവരെ മാത്രം ബാധിച്ചു. കാശുള്ളവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ചൊവ്വയിലേക്ക് ഒരു യാത്ര പോവാം. യാത്രയല്ല, ചൊവ്വയിൽ പോയിട്ട് സെറ്റിൽഡ് ആവാം. അതിനുവേണ്ടി അവർ സ്പേസിലായിട്ട് ഒരു സ്പേസ് ഷിപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്പേസ് ഷിപ്പിന്റെ പേര് അണിയറ എന്നാണ്. ഇപ്പൊ ഭൂമിയിൽ നിന്നും ഒരു ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. ലിഫ്റ്റ് പോലൊരു സാധനം, അതിനകത്താണ് ഈ സ്പേസ് ഷിപ്പിലേക്ക് ആൾക്കാർ പോകുന്നത്, അല്ലാതെ റോക്കറ്റ് ഒന്നുമല്ല. കുറച്ചേറെ ആൾക്കാർ ആ ലിഫ്റ്റിനകത്തുണ്ട്. എല്ലാവരും നല്ല ടെൻഷനിലാണ്. കാരണം ഭൂമിയിൽ നിന്ന് നേരെ കുത്തനെ സ്പേസിലേക്കാണ് പോകുന്നത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തല ഇറങ്ങും. അതിൽ ചില ആൾക്കാരുടെ അവസ്ഥ അതുപോലെ തന്നെയാണ്. ആ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് ആ സ്പേസ് ഷിപ്പിലേക്കെങ്കിലും എത്രയെന്ന്. ഈ കൂട്ടത്തിൽ ഒരു ലേഡി ഉണ്ട്. അവൾ നല്ല ഉറക്കമായിരുന്നു. ഈ കറുത്ത ഡ്രസ്സിട്ട ലേഡിയെ കണ്ടില്ലേ, അവളാണ്. ഇവളുടെ പേര് ഒരു വെറൈറ്റിയാണ്, മിമറോപ്പ്. എന്നാൽ മിമറോപ്പ് എന്നത് ഇവളുടെ യഥാർത്ഥ പേരല്ല. യഥാർത്ഥ പേര് ഈ സിനിമയിൽ പറയുന്നില്ല. ഇവളെ വിളിക്കുന്നത് മിമറോപ്പ് എന്നാണ്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഈ ലേഡി. അവൾ ഇത്രയും നേരം ഉറക്കമായിരുന്നു. പെട്ടെന്ന് എന്തൊരു കുലുക്കം കാരണം അവൾ എഴുന്നേറ്റ ഉടനെ തന്നെ അവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കി. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഭൂമിയിൽ നിന്നും ഇങ്ങനെ ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ സ്പേസ് എലിവേറ്റർ അല്ലെങ്കിൽ ആ സ്പേസ് ലിഫ്റ്റ് ഇപ്പൊ അണിയറയിലേക്ക് ഡോക്ക് ചെയ്യാണ്. അങ്ങനെ ലിഫ്റ്റ് അവിടെ നിർത്തി കഴിയുമ്പോൾ മിമറോബ് എഴുന്നേറ്റു. എന്നിട്ട് അവൾ പറയുന്നത്, എല്ലാവരും വഴിവിട്, എനിക്ക് ആദ്യം പോകണം, ഞാൻ ഈ സ്പേസ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആൾക്കാരെ മാറ്റി വേഗം അണിയറയ്ക്ക് അകത്തേക്ക് കയറി. എന്നിട്ട് അവളെന്തോ വല്ലാണ്ട് ധൃതി പിടിച്ച് നടക്കുകയാണ്. അവക്കെന്തോ അപ്പിടാൻ മുട്ടുന്ന പോലെ. അങ്ങനെ വേഗം അവൾ ആ സ്പേസ് ഷിപ്പിനകത്തെ ഒരു ലിഫ്റ്റിനകത്തേക്ക് കയറി. ഈ സമയം അവൾ കയറുമ്പോൾ ആ ലിഫ്റ്റിനകത്ത് 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിൽ ഈ ലേഡിയെ മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ ലേഡിയുടെ പേര് ഇസഗേൽ എന്നാണ്. ഇവൾ ഈ സ്പേസ് ഷിപ്പിനകത്തെ ഒരു ആസ്ട്രോണറ്റ് ആണ്. ഇപ്പൊ ആ ലിഫ്റ്റ് മൂവ് ആവുന്ന സമയത്ത് ഈ മിമറോബ് അവളെ ഒരു നോട്ടം നോക്കുന്നുണ്ട്, ഒരു വല്ലാത്ത നോട്ടം. ആ നോട്ടത്തിനൊരു അർത്ഥമുണ്ട്. കാരണം ഇവര് തമ്മിൽ കപ്പിൾസ് ആണ്, ലെസ്ബിയൻ കപ്പിൾസ് ആണെന്ന് പറയുമെങ്കിലും ഈ മിമറോബ് വേലിയാടാറുണ്ട്. അവൾക്ക് ആണുങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ആ കാര്യത്തിൽ അവൾ മിടിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ഭൂമിയുടെ മുകളിലായിട്ട് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും യാത്ര പുറപ്പെട്ടിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മിമറോബ് നേരെ ചെന്നിട്ട് ഒരു റൂം തുറന്നു. ബാത്റൂം അല്ല കേട്ടോ, അതൊരു വലിയ ഹാളാണ്. ഈ റൂമിന്റെ പേര് മിമ എന്നാണ്. ഇവിടെയാണ് ഇവള് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവക്ക് മിമറോബ് എന്ന പേര് വന്നിരിക്കുന്നത്. ഇപ്പൊ അവള് റൂമിൽ ആ സ്റ്റെയർ കേസ് ഒക്കെ കയറി അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് ചെന്നു. എന്നിട്ട് അവൾ ആ റൂമിന്റെ ഒരു സാധനം ഓണാക്കുകയാണ്. അതോടുകൂടെ അവിടുത്തെ റൂഫിലായിട്ട് നല്ല നീളത്തില് ചതുരത്തിലായിട്ട് ഒരു സംഭവം ഓപ്പൺ ആയിട്ട് വന്നു. ഇതിനെയാണ് മിമ എന്ന് വിളിക്കുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് ഷിപ്പിലുള്ള ഓരോരുത്തരുടെയും മെമ്മറീസ് ഒക്കെ ഈ മിമയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ യാത്ര ഭൂമിയിൽ നിന്ന് വിട്ടുപോവാണല്ലോ. അതുകൊണ്ട് ഇതിലുള്ള പല ആൾക്കാർക്കും മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം കുറേ ദിവസത്തെ യാത്രയാണ്. അങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ റൂമിലേക്ക് വരാം. ആ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിയൊക്കെ മിമ അവർക്ക് കൊടുക്കും. ആ മെമ്മറി എന്ന് പറയുന്നത് ഭൂമിയിൽ അവർ ജീവിച്ച കാര്യങ്ങളായിരിക്കും. അങ്ങനെ ആ മെമ്മറിയൊക്കെ മിമ ഇവരുടെ ബ്രെയിനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ റൂമിൽ കിടക്കുന്ന സമയം മൊത്തം അവരെല്ലാവരും ഭൂമിയിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും. അതാണ് ഈ റൂമിന്റെ പ്രത്യേകത. ഇപ്പൊ കുറെ നേരമായിട്ട് ആ ലിഫ്റ്റിൽ യാത്ര ചെയ്യായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ മിമറോബിന് ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്നതിന്റെ വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അതാണ് അവൾ നേരത്തെ ഇങ്ങനെ ധൃതി പിടിച്ച് നടന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല. അവളിപ്പോൾ അവിടേക്ക് വന്നിട്ട് അവളുടെ മെമ്മറീസ് ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ആ മെമ്മറീസ് ഒക്കെ എടുക്കുമ്പോൾ ഇവളിപ്പോൾ ഭൂമിയിൽ ഒരു കാട്ടിൽ നിൽക്കുന്ന ഫീലാണ് അവൾക്ക് വരുന്നത്. അതൊരിക്കലും ഒരു ഇമാജിനേഷൻ അല്ല, ശരിക്കും നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നൊരു ഫീല് നമുക്ക് വരും. ഞാനവിടെ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിലിങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഈ റൂമിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് മിമയിലേക്ക് ചെന്ന് കഴിഞ്ഞ് നമ്മുടെ ഓർമ്മയിലേക്ക് പ്രവേശിക്കുമ്പം നമ്മുടെ ബോഡി പോലും നമുക്ക് അനക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. അത് ആ ഭാഗത്ത് പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. അങ്ങനെ കുറേ സമയം അവളുടെ ആ ഓർമ്മയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പം മിമറോബിന് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. ഇനി ഈ മിമറോബിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് ഷിപ്പിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ഈ മിമയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് അവരുടെ ഓർമ്മകളൊക്കെ കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇവൾ ഈ സ്പേസ് ഷിപ്പിൽ ജോലിക്ക് എടുത്തിരിക്കുന്നത്.
ഇനി കാണിക്കുന്നത് ഈ സ്പേസ് ഷിപ്പിലെ മറ്റൊരു ആസ്ട്രോണറ്റിനെയാണ്. ഇവരുടെ പേര് റോബർട്ട എന്നാണ്. അവരിപ്പം എല്ലാവർക്കും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് ഈ സ്പേസ് ഷിപ്പിനെ കുറിച്ച്. സ്പേസ് ഷിപ്പിൽ പലയിടങ്ങളിലായിട്ട് വെച്ചിട്ടുള്ള വലിയ ചില സ്ക്രീൻസ് ഉണ്ട്. അതിലൂടെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇവർക്ക് എന്ത് ഇൻഫർമേഷൻ കൊടുക്കുന്നതും ഇതുപോലുള്ള ഈ വലിയ സ്ക്രീൻസിലൂടെയാണ്. ഇനി റോബർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസ് ഷിപ്പ് ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്കാണ് പോകുന്നത്. ഇവരുടെ ഈ യാത്രയുടെ ഡ്യൂറേഷൻ 3 ആഴ്ചയാണ്. പിന്നെ ഈ സ്പേസ് ഷിപ്പിലുള്ള വായു, ഓക്സിജൻ, അത് നാച്ചുറൽ ആണ്. ഈ സ്പേസ് ഷിപ്പിൽ തന്നെ കൃഷി ചെയ്ത ഒരു തരത്തിലുള്ള ആൽഗയുണ്ട്. അതിൽ നിന്നാണ് ഈ ഓക്സിജൻ വരുന്നത്. പിന്നെ ഈ സ്പേസ് ഷിപ്പിലായിട്ട് 21ഓളം റെസ്റ്റോറന്റ് ഉണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ സെറ്റപ്പും എല്ലാവർക്കും ഈ സ്പേസ് ഷിപ്പിൽ കിട്ടും. ഒന്നിനും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ റോബർട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മിമറോബ് ഇപ്പം അവളുടെ റൂമിലെത്തി. അതിൽ വാതിൽ തുറന്നപ്പം അവൾ വിചാരിച്ച പോലെയല്ല. അവൾ പ്രതീക്ഷിച്ചിരുന്നത് ഇസഗേലിനെ അവളുടെ റൂംമേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. എന്നാൽ അവൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ റോബർട്ടയാണ്. ഇനിയിപ്പം അതിനുവേണ്ടി തർക്കിക്കാനൊന്നും പറ്റത്തില്ല. ഈ റോബർട്ടയും മിമറോബിന്റെ നല്ലൊരു ഫ്രണ്ടാണ്. അങ്ങനെ മിമറോബ് വേഗം തന്നെ അവളുടെ ബെഡിലേക്ക് കയറി കിടന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഉടനെ തന്നെ വണ്ടി ഉറപ്പെടും. അതിനു മുമ്പായിട്ട് സീറ്റ് ബെൽറ്റ് ഇടണം. അങ്ങനെ കയറി കിടന്നതിന് ശേഷം അവൾ വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടു. അല്ല, ബെഡ് ബെൽറ്റ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അണ്ണിയറ എന്ന ആ ഭീമൻ സ്പേസ് ഷിപ്പ് ചൊവ്വയിലേക്കുള്ള അതിന്റെ യാത്ര പുറപ്പെട്ടിട്ടിപ്പം 1 മണിക്കൂറായി. ഇപ്പൊ ക്യാപ്റ്റൻ ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്. ക്യാപ്റ്റന്റെ പേര് ഷെഫോൺ എന്നാണ്. ഇപ്പൊ അയാളെ കാണിക്കുന്നില്ല, വണ്ടി പോകുന്നത് മാത്രമാണ് ഇപ്പൊ കാണിക്കുന്നത്. അയാളിപ്പോ അനൗൺസ്മെന്റിൽ പറയുന്നത് ഈ സ്പേസ് ഷിപ്പിന്റെ വേഗതയാണ്. അതായത് സെക്കൻഡിൽ 64 കിലോമീറ്റർ. ഇനി ഈ യാത്രക്കിടയിൽ അവർക്കൊരു ഹാൾട്ട് ഉണ്ട്. അത് 23 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ആ കാര്യം കൂടെ അയാളിപ്പോ പറയുന്നുണ്ട്. ഈ സമയം തന്നെ കുറച്ച് ആൾക്കാർ പോയിരിക്കുന്നത് സ്പേസ് സ്യൂട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചൊവ്വയിൽ ചെന്ന് കഴിഞ്ഞാൽ ചുമ്മാ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഈ സ്പേസ് സ്യൂട്ട് ധരിക്കണം. അതാണ് കുറച്ച് ആൾക്കാർ ചെക്ക് ചെയ്യുന്നത്. പിന്നെ കുറെ പിള്ളേരാണെങ്കിൽ അവിടെയുള്ള പ്ലേയിങ് ഏരിയയിലാണ്. അവരൊന്നും അറിയാതെ ഇങ്ങനെ ആർത്തുല്ലസിച്ച് കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ മിമറോബ് ആണെങ്കിൽ ആ മിമ ഹാളിന്റെ മുന്നിൽ നിൽക്കുകയാണ്. മിമയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി അവൾ അവിടെ ആളെ കൂട്ടുന്നുണ്ട്. എന്നാൽ അവൾ വിളിക്കുന്ന എല്ലാവരും വരുന്നില്ല. ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് 2-3 ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോയി. എന്നാൽ കുറച്ച് ആൾക്കാർ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നു. അവളിപ്പോൾ അവരെയും കൂട്ടി ആ ഹാളിന്റെ അകത്തേക്ക് കയറി. ഈ സമയം തന്നെ സ്പേസിലൂടെ ചില ഡിബ്രിസുകൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവരാണ് വില്ലന്മാര്. ഈ ഡിബ്രിസുകൾ എന്താണ് എന്ന കാര്യം മനസ്സിലായില്ലേ? അവശിഷ്ടങ്ങൾ, അതായത് സ്പേസിൽ കാണപ്പെടുന്ന പലതിന്റെ അവശിഷ്ടങ്ങൾ. അങ്ങനെ മിമറോബ് ഇപ്പം ആ ആൾക്കാരെയും കൊണ്ട് ആ ഹാളിന്റെ അകത്തേക്ക് എത്തി. എന്നിട്ട് ആ മിമ എന്താണ് എന്ന കാര്യമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിനെ തുറന്ന് അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും തന്നെ ഇപ്പൊ അവരുടെ ഓർമ്മകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് മിമറോബിന് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് അവളുടെ കയ്യിൽ ചെറിയൊരു സ്ക്രീൻ ഉണ്ട്. അതൊരാളുടെ തലയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തോ ഓർമ്മയിലാണ് നിൽക്കുന്നത് എന്ന കാര്യം അവൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അവളൊരു ലേഡിയെ ടച്ച് ചെയ്യുമ്പോൾ ആ ലേഡി ഒരു തുമ്പിയെ കാണുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ ആ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ സ്പേസ് ഷിപ്പ് വല്ലാണ്ട് കുലുങ്ങുന്നത്. അതിനെ തുടർന്ന് അവിടെ നിന്നിരുന്ന ആൾക്കാർ മൊത്തം താഴേക്ക് വീഴാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഡിബ്രിസുകൾ ഉണ്ടല്ലോ, അത് ആ സ്പേസ് ഷിപ്പിൽ വന്നിടിച്ചു. അതിനെ തുടർന്ന് സ്പേസ് ഷിപ്പ് വല്ലാണ്ട് അങ്ങ് ചെരിഞ്ഞുപോയി. ഈ സമയം തന്നെ കൺട്രോൾ റൂമിലിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അവർക്ക് മനസ്സിലായി, പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി തിരിച്ചു പോകാന്നല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല. അങ്ങനെ ക്യാപ്റ്റന്റെ ആ ഒരു നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞപ്പം ഇസഗല് വേഗം തിരിച്ചു വിടാനുള്ള പരിപാടി തുടങ്ങി. എന്നാൽ അങ്ങനെ ഒരു പരിപാടിക്കും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരുടെ മുമ്പിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയം ഇസഗേലാണെങ്കിൽ ആ റൂമിൽ ബാക്കിയുള്ളവരുടെ കൂടെ തന്നെയാണ്. അവരെല്ലാവരും ശരിക്കും പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ കമിഴ്ത്തി കടത്തി. സാധാരണ ഈ മിമയിലേക്ക് കയറുമ്പോൾ എല്ലാവരും ഇങ്ങനെ കമിഴ്ന്ന് കിടക്കണം എന്ന അവിടെ ഒരു റൂൾ ഉള്ളതാണ്. ഇപ്പൊ അവരെല്ലാവരും കമിഴ്ത്തി കടത്തിയതിനു ശേഷം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മിമറോബ് വേഗം വെളിയിലേക്ക് ഇറങ്ങി. പക്ഷെ വെളിയിൽ അവൾ ആരോട് ചോദിച്ചിട്ടും ആർക്കും ഒന്നും അറിയത്തില്ല. കാര്യങ്ങൾ ആകെ അറിയാവുന്നത് കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഒരു വലിയ ഹാളിൽ ക്യാപ്റ്റൻ ഒരു മീറ്റിംഗ് വിളിച്ചു. ഇപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പോൾ ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഈ ഹാളിലെ ആൾക്കാർക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പേസ് ഷിപ്പിൽ പല ഭാഗത്തായിട്ട് വലിയ വലിയ സ്ക്രീൻസ് വെച്ചിട്ടുണ്ടെന്ന്. അതിലൂടെ നാട്ടുകാർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ അയാൾ പറയുന്നത് ആ ഡിബ്രിസുകൾ ഒന്ന് ഇടിച്ച കാര്യമാണ്. കുറേ ഡിബ്രിസുകൾ വന്നപ്പം അത് ഇടിക്കാതിരിക്കാൻ അവർ വെട്ടിച്ചു മാറ്റി. ഇതിനെ മാനൂവറിംഗ് എന്നാണ് പറയുന്നത്. അതായത് തന്ത്രപരമായിട്ട് വണ്ടി ഓടിക്കാം. ഈ വെട്ടിച്ചു മാറ്റലൊക്കെ ഈ മാനൂവറിംഗിൽ പെടുന്നതാണ്. അങ്ങനെ വെട്ടിച്ചു മാറ്റി വലിയൊരു അപകടം ഒഴിവാക്കിയെങ്കിലും ഒരു ചെറിയ സ്ക്രൂ പണി കൊടുത്തു. അതായത് ഒരു സ്ക്രൂ വന്നിട്ട് ഈ സ്പേസ് ഷിപ്പിന്റെ റിയാക്ടറിൽ ഇടിച്ചു. ഇടിക്കുക മാത്രമല്ല, അത് തുളച്ചു. അതിനെ തുടർന്ന് ആ റിയാക്ടർ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ മൊത്തം തീ പിടിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പം ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി അവർ സ്പേസ് ഷിപ്പിലെ ഫ്യൂവൽ മൊത്തം ഇജക്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ വണ്ടിയിൽ ഒരു തുള്ളി പെട്രോൾ പോലും ഇല്ല. അതുകൊണ്ട് ഇവർക്ക് വണ്ടി മുന്നോട്ട് ഓടിക്കാനും പറ്റത്തില്ല, പുറകിലേക്ക് ഓടിക്കാനും പറ്റത്തില്ല. അത് സ്പേസിലൂടെ എങ്ങോട്ടൊന്നുമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അയാൾ പറയുന്നത് നമ്മളിപ്പം എങ്ങോട്ടൊന്നുമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, ഈ സെലസ്റ്റിയൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, അങ്ങനെയുള്ള എല്ലാത്തിനെയും ഈ സെലസ്റ്റിയൽ ബോഡീസ് എന്നാണ് പറയുന്നത്.
അങ്ങനെ ഒരു സെലസ്റ്റിയൽ ബോഡി കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ട് ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു സെലസ്റ്റിയൽ ബോഡി എപ്പോൾ കണ്ടെത്തും എന്നാർക്കും അറിയത്തില്ല. മിനിമം ഒരു 2 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് ക്യാപ്റ്റൻ ഇപ്പോൾ ആ മീറ്റിംഗിൽ പറയുന്നത്. അതെല്ലാം കേട്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പം ഒരു ലേഡി ആണെങ്കിൽ ഇങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അത് കാണുന്ന മിമറോബും വേറൊരു ലേഡിയും കൂടെ ആ പെണ്ണിനെ പിടിച്ചിട്ട് ആ മിമയ്ക്കുള്ളിലേക്ക് ആക്കുകയാണ്. അങ്ങനെ അതിനകത്തേക്ക് ആക്കി കഴിയുമ്പോഴാണ് അവളൊന്ന് അടങ്ങുന്നത്. ഈ സമയം വേറെ കുറെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് കൈ കിട്ടുന്ന ഫുഡൊക്കെ വാരി വിളിച്ചിട്ട് അങ്ങ് തിന്നാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്യാപ്റ്റനിപ്പം അവരുടെ ഒരു ടീമിന് ഒരു മീറ്റിംഗ് വിളിച്ചു. എന്തൊക്കെയാണ് അവരുടെ സിറ്റുവേഷൻ എന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്സിജന് സ്പേസ്ഷിപ്പിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, അത് കാലാകാലങ്ങളോട് നിന്നോളും. പ്രശ്നം ഭക്ഷണത്തിനാണ്. ഇപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു 2 മാസത്തേക്ക് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. പക്ഷെ 2 മാസം കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഷോർട്ടേജ് വരാൻ തുടങ്ങും. അങ്ങനെ ഭക്ഷണം തീരുമ്പോൾ പിന്നെ സർവൈവ് ചെയ്യാൻ ആൽഗെ തന്ന് ജീവിക്കേണ്ടി വരും. അതിനാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. ഇതാണ് സ്പേസ്ഷിപ്പിലെ സർവൈവൽ സിറ്റുവേഷൻ. അങ്ങനെ 3 ആഴ്ചകൾ കഴിഞ്ഞു. പെട്രോൾ തീർന്നു പോയതുകൊണ്ട് ആർക്കും വലിയ സങ്കടമൊന്നും കാണുന്നില്ല. ഒരാളിപ്പം അവിടെ നിന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് അല്ല, ഇത് ബേസ്ബോൾ ആണ്. ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരമ്മച്ചിയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ബൈക്ക് ഓടിക്കുന്നുണ്ട്. വേറെ ചില ആൾക്കാർ മറ്റു ചില ഗെയിംസിലാണ്. ഈ സമയം മിമറോബ് ആണെങ്കിൽ മിമ എന്ന് പറഞ്ഞ ആ റൂമിനകത്താണ്. കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിലാണ് വേറെ ചില ആൾക്കാർ അങ്ങോട്ട് തള്ളിക്കയറി വരുന്നത്. സാധാരണ ഈ മിമേനെ ആരും തിരിഞ്ഞു നോക്കാത്തതാണ്. അത് ഇപ്പം എല്ലാവർക്കും ഇതിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തള്ളിക്കയറ്റം. എന്നാൽ അത് കാണുന്ന മിമറോബ് എല്ലാത്തിനെയും ഇറക്കി വിട്ടു. കാരണം ഇത്രയും ആൾക്കാരെ അതിനകത്ത് ഇരുത്താൻ പറ്റത്തില്ല. അത് സ്ഥലമില്ലാഞ്ഞിട്ടല്ല, അത് മിമയ്ക്ക് പണിയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മിമറോബ് ഇപ്പം കുളിക്കാൻ വേണ്ടി അവിടുത്തെ പൂളിലേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇസഗേൽ അങ്ങോട്ട് വരുന്നത്. സാധാരണ ഇവരിവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്നെന്തോ അവിടെ വലിയ അടുപ്പൊന്നും കാണിക്കുന്നില്ല. ഇസഗേലിന് പിണക്കാണെന്ന് തോന്നുന്നു. ഇതേസമയം സ്പേസ്ഷിപ്പ് ആണെങ്കിൽ എങ്ങോട്ടൊന്നുമില്ലാതെ അതിന്റെ യാത്രയിൽ തന്നെയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കുളിയും തേവാരമൊക്കെ കഴിഞ്ഞിട്ട് മിമറോബ് അവളുടെ റൂമിലേക്ക് എത്തി. ഈ സമയം നമ്മുടെ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്, റോബർട്ട. അവളെന്തോ പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറി കിടന്ന സമയത്താണ് മിമറോബ് ഒരു കാര്യം ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത്. അല്ല റോബർട്ട, ഒരു സെലസ്റ്റിയൽ ബോഡീനെ നമ്മൾ മീറ്റ് ചെയ്യും എന്ന കാര്യം ക്യാപ്റ്റൻ പറഞ്ഞല്ലോ, അത് എന്നായിരിക്കും എന്നെനിക്ക് വല്ല പ്രതീക്ഷയുണ്ടോ എന്നാണ് അവളുടെ ചോദ്യം. എന്നാൽ അതിന് റോബർട്ട പറഞ്ഞ ഉത്തരം മിമറോബിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഈ യാത്രയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു സെലസ്റ്റിയൽ ബോഡീനും നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ചുമ്മാ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവരിന്ന് സമാധാനിപ്പിക്കാൻ ക്യാപ്റ്റൻ 2 വർഷം ആഞ്ഞങ്ങ് തള്ളിയതാണ് എന്നാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മിമറോബ് ആണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ മിമറോബിന് കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വന്നില്ല. മാത്രമല്ല ചേച്ചിയാണെങ്കിൽ നല്ല കൂർക്കം വലി. അതുകൊണ്ട് അവൾ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം സ്പേസ്ഷിപ്പ് കാണിക്കുന്നുണ്ട്. അതിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ മിമറോബ് നേരെ പോകുന്നത് അവിടെയുള്ള ഗ്ലാസിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് അവളിങ്ങനെ അനന്തമായി കിടക്കുന്ന സ്പേസിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അതിനിടയിൽ അവൾ മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവൾ വല്ലാണ്ട് കരയുന്നത്. വട്ടായും തോന്നുന്നു. അങ്ങനെ കുറെ കരഞ്ഞതിന് ശേഷം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ അവൾ വേഗം ആ മിമ റൂമിലേക്ക് ഓടി. എന്നിട്ട് അവിടെ ഇങ്ങനെ കമിഴ്ന്നടിച്ച് കിടക്കുകയാണ്. ഈ സമയം അവളുടെ ഓർമ്മകൾ വരുന്നത് അവൾ ഭൂമിയിൽ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. അതോടുകൂടെ അവളിപ്പോൾ നോർമലായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ പിറ്റേ ദിവസം ഒന്നുമില്ലല്ലോ. അങ്ങനെ മിമറോബ് എഴുന്നേറ്റതിന് ശേഷം ധൃതി പിടിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്. അയാളുടെ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഇപ്പോൾ അവൾ അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അങ്ങനെ അവൾ ചെന്നിട്ട് അയാളുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ അയാളാണെങ്കിൽ പുളിച്ച തെറിയാണ് വിളിക്കുന്നത്. ഇനിയിപ്പോൾ അയാളെ നോർമൽ ആക്കണമെന്നുണ്ടെങ്കിൽ മിമയിലേക്ക് കൊണ്ടുപോകണം, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് അയാളെ മിമയിലേക്കാക്കി. അതോടുകൂടെ അയാൾ നോർമലായി. അങ്ങനെ അയാൾ അവിടെ കിടത്തിയതിന് ശേഷം മിമറോബ് അടുത്തതായിട്ട് പോകുന്നത് ക്യാപ്റ്റനെ കാണാൻ വേണ്ടിയിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ മിമ റൂം ആരും പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം അതിന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കാരണം പല ആൾക്കാർക്കും മാനസികമായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളെ കൊണ്ട് ഇത്രയും ആൾക്കാരെ ഒറ്റയ്ക്ക് നോക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് കൂടുതൽ സ്റ്റാഫിന് വേണം. ആ ഒരു കാര്യമാണ് അവളിപ്പോൾ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്നത്. ഒരു 6 പേരെ വേണം എന്നവൾ പറഞ്ഞു. ക്യാപ്റ്റൻ ആണെങ്കിൽ 8 പേരെ കൊടുക്കാമെന്ന് സമ്മതിച്ചു. അതിൽ ആ സംസാരത്തിനിടയിലാണ് അവൾ അറിയാതെ മറ്റേ കാര്യം പറയുന്നത്. അതായത് റോബർട്ട് പറഞ്ഞത് സെലസ്റ്റിയൽ ബോഡീനെ മീറ്റ് ചെയ്യത്തില്ലല്ലോ. ഈ കാര്യം ബാക്കിയുള്ളവർ അറിഞ്ഞ എന്ത് ചെയ്യും എന്നാണ് അവളുടെ ചോദ്യം. എന്നാൽ അവൾ ആ ചോദിച്ചതിന് ശേഷമാണ് ചോദിച്ച് മണ്ടത്തരമായി പോയി എന്ന കാര്യമൊക്കെ മനസ്സിലായത്. കാരണം അതൊരു ക്ലാസിഫൈഡ് കാര്യമാണ്. ആ കാര്യം പുറത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ചോദ്യം കേട്ടപ്പോൾ ക്യാപ്റ്റന്റെ മുഖം മാറി. ഈ കാര്യം നിന്നോട് ആരാണ് പറഞ്ഞത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ മിമറോബ് ആണെങ്കിൽ റോബർട്ടയുടെ പേര് പറയുന്നില്ല. ഈ സമയം ക്യാപ്റ്റൻ പറയുന്നത്, നീ അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. ആദ്യം ഇവിടുത്തെ ആൾക്കാർ ആൽഗകൾ തിന്നാൻ തുടങ്ങട്ടെ. ആ സമയം നമുക്ക് വേറൊരു കാര്യം അറിയിക്കാം. അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു സ്ഥലം ഉണ്ടാക്കുന്നു. എന്നാൽ ഇപ്പം ഇയാൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതും വെറും തള്ളലാണ്. അങ്ങനെ 3 വർഷങ്ങൾ കഴിഞ്ഞു. സ്പേസ്ഷിപ്പിലിപ്പം ഒരു പാർട്ടി നടക്കുകയാണ്. നമ്മുടെ മിമറോബ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ പാർട്ടിക്കിടയിലാണ് അവളൊരു മൊട്ടേനെ പരിചയപ്പെടുന്നത്. അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. പുറത്തേക്ക് ഇറങ്ങി അവർ കിസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അതിലെ ഇസഗേൽ പോകുന്നത്. അവളും ഇത് കാണുന്നുണ്ട്. എന്നാൽ അവളൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് അവരൊന്ന് നോക്കിയിട്ട് അവൾ അപ്പുറത്തേക്ക് പോയി. എന്നാൽ അവള് കണ്ടപ്പം മിമറോബിന് ടെൻഷനായി. അങ്ങനെ ഇരിക്കുകയാണ് സ്പേസ്ഷിപ്പിൽ മേജറായിട്ടുള്ളൊരു പ്രശ്നം വരുന്നത്. അവർ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇപ്പം ചീഞ്ഞ് നാറാൻ തുടങ്ങി. ക്യാപ്റ്റൻ ഇപ്പം ആ കാര്യം പ്യൂരിഫിക്കേഷൻ പ്ലാന്റിന്റെ മെയിൻ ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്.
ഈ സമയം ക്യാപ്റ്റൻ പറയുന്നത് ഈ പ്യൂരിഫിക്കേഷന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അതിന് കുറച്ചുകൂടെ കൂടുതൽ സ്റ്റാഫിനെ എടുത്തു. ക്യാപ്റ്റൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയി. അതിനെ തുടർന്ന് കുറച്ചുകൂടെ സ്റ്റാഫിനെ ആ പ്യൂരിഫിക്കേഷൻ പ്ലാന്റിലേക്ക് ആക്കി. അത് കുറച്ച് കുട്ടികളാണ്. അവർക്കിപ്പോൾ അയാൾ എങ്ങനെയാണ് ആ പ്യൂരിഫിക്കേഷൻ നടത്തേണ്ടത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സമയം രാത്രി. ഓ, അത് ശരിയാവില്ലോ. അങ്ങനെ മിമ റൂമിലെ ലൈറ്റൊക്കെ ഓഫാക്കി. ഇപ്പോൾ ഒരാൾ മാത്രമേ ആ റൂമിനകത്തുള്ളൂ. അത് ഇസഗേലാണ്. അവൾ അവിടെ കിടക്കുന്നത് നോക്കിക്കൊണ്ട് മുകളിലായിട്ട് മിമറോബ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവളുടെ സെക്ഷൻ കഴിഞ്ഞു. അവൾ എഴുന്നേറ്റു. എന്നിട്ട് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് മിമറോബ് ഒരു കാര്യം പറയുന്നത്. അതേ ഇസഗേൽ, നീ കുറച്ചു മുമ്പ് കണ്ടില്ലേ ഒരു മുട്ടേൻ്റെ കൂടെ തന്നെ? അത് നീ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കല്ലേ, ചുമ്മാ ഒരു സമയം പോക്കിന്. അതേക്ക് ഇസഗേലാണെങ്കിൽ ജസ്റ്റ് അവളൊന്ന് നോക്കിയതേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം മിമറോബ് നേരെ പോയിരിക്കുന്നത് റോബർട്ടിന്റെ അടുത്തേക്കാണ്. അവൾ ഇസഗേലിന്റെ കാര്യങ്ങളൊക്കെ റോബർട്ടിന്റെ അടുത്ത് പറഞ്ഞു. അതായത് ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ല, ഒരു ദേഷ്യം പോലും കാണിച്ചില്ല. അതേക്കുന്ന റോബർട്ട് പറയുന്നത്, നോക്ക് മിമറോബ്, അവളൊരു ആസ്ട്രോണറ്റ് ആണ്. ഈ ആസ്ട്രോണറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ഇമോഷൻസും അടക്കി വെക്കാൻ എക്സ്പേർട്സ് ആണ്. അതുകൊണ്ടാണ് അവൾക്കൊന്നും തോന്നാത്തത് എന്നാണ് റോബർട്ട് പറയുന്നത്. അങ്ങനെ റോബർട്ടയോട് സംസാരിച്ചതിന് ശേഷവും മിമറോബ് അടുത്തായിട്ട് പോകുന്നത് മിമ റൂമിലേക്കാണ്. അവൾ കുളിക്കുന്ന ഒരു ഓർമ്മയിലാണ്. അതായത് ഒരു പുഴയിലായിട്ട് അവൾ കിടക്കുന്നു. ഈ സമയം മുകളിലൂടെ കുറച്ച് പക്ഷികൾ പോകുന്നുണ്ട്. പെട്ടെന്നാണ് ആ പക്ഷികളൊക്കെ പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അതോടുകൂടെ അവൾ ഞെട്ടി എഴുന്നേറ്റു. ഇപ്പൊ അവൾ നോക്കുന്നത് മിമയുടെ അടുത്തേക്കാണ്. അവളിപ്പോൾ കണ്ടത് അവളുടെ ഒരു ഓർമ്മ തന്നെയാണ്. പക്ഷെ സാധാരണ ഇങ്ങനത്തെ ഓർമ്മകളൊന്നും മിമ കാണിച്ചു കൊടുക്കാറില്ല. പിന്നെ ഇത് എന്തു പറ്റി എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മിമയിൽ ഇപ്പം കുറച്ചേറെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും അവരുടെ ഓർമ്മകളിലാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് മുകളിലത്തെ നിലയിലായിട്ട് മിമറോബും ഉണ്ട്, അവളുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ അവളിങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിമ അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. അതായത് മുകളിലുള്ള മിമ അവളോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു അനുഭവം അവൾക്ക് ആദ്യമായിട്ടാണ്. മിമ പറയുന്നത്, എനിക്ക് ഈ മനുഷ്യരുടെ വേദനകളൊന്നും തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അത് കേട്ടതും എന്തൊരു പന്തികേട് തോന്നിയിട്ട് അവൾ വേഗം താഴേക്ക് ഇറങ്ങി. അവളങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മുട്ടത്തലയും കിടക്കുന്നുണ്ട്. അവൻ വല്ലാണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവൾ വേഗം ചെന്നിട്ട് അയാൾ എന്തോ ഓർമ്മയാണ് കാണുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഭൂമിയിലുണ്ടായിരുന്ന ഡിസാസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഓർമ്മയിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്. ഇനി അയാൾ അവിടെ കിടത്തി കഴിഞ്ഞാൽ അത് പണിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അവൾ വേഗം അയാളെയും പൊക്കിയെടുത്തിട്ട് റൂമിന്റെ വെളിയിലേക്ക് വന്നു. എന്നിട്ടും അയാൾ നിർത്തുന്നില്ല. അയാൾ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ സമയം പുറത്തിങ്ങനെ കുറേ ആൾക്കാർ വരി നിൽക്കുന്നുണ്ട്, ബീവറേജിലൊക്കെ ക്യൂ നിൽക്കുന്ന പോലെ. ഇത്രയും കാലം ആർക്കും വേണ്ടായിരുന്നു ഈ റൂം, എന്നാൽ ഇപ്പം അതിനകത്ത് കയറാൻ അടിയാണ്. അങ്ങനെ അയാൾ അവിടെ ഒതുക്കിയതിന് ശേഷം അവൾ വേഗം റൂമിന്റെ അകത്തേക്ക് കയറിയിട്ട് ഇന്നത്തെ സെഷൻ അവസാനിച്ചു എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇറക്കി വിട്ടു. ഇത് കാരണം എന്തുകൊണ്ട് എല്ലാവരും ഇറക്കി വിടുന്നു എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ മൊത്തം പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാൽ മിമറോബ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നുമില്ല. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ക്യാപ്റ്റൻ ഇപ്പം മിമറോബിനെ വിളിപ്പിച്ചു. എന്നിട്ട് അവളുടെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനു നീ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുന്ന മിമറോബ് വളരെ താഴ്മയായിട്ട് കാര്യം പറഞ്ഞു. നോക്ക് ക്യാപ്റ്റൻ, മിമയ്ക്ക് എല്ലാവരുടെയും ഓർമ്മകൾ അറിയാം. എന്നാൽ ഇപ്പോൾ ആൾക്കാരാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അതൊന്നും മിമയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മിമയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം, മിനിമം 1 മാസമെങ്കിലും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്നാണ് മിമറോബ് പറയുന്നത്. അതേക്കുമ്പോൾ മിമ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട. നീ പറഞ്ഞ പോലെ 1 മാസത്തെ അടച്ചിടാനും പറ്റത്തില്ല. കാരണം ഇതുള്ളത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഇവിടുത്തെ ആൾക്കാരെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതിന് ആൾട്ടർനേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ ഗെറ്റൗട്ട് അടിക്കുകയാണ്. എന്നാൽ മിമറോബിനും അവളുടെ ഫ്രണ്ട്സിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മിമയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർക്ക് മറ്റൊരു പണിയും കൂടി കിട്ടി. കുറച്ച് ആൾക്കാർ കൂട്ടത്തോടെ ആ റൂമിനകത്തേക്ക് വന്നു. ഇതും കൂടെ ആയപ്പോൾ മിമയുടെ അവസ്ഥ വളരെ മോശമാകാൻ തുടങ്ങി. അതിനെ തുടർന്ന് മിമ സ്വയം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അത് കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ മിമറോബിനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം കുറെ ആൾക്കാർ മിമ റൂമിന്റെ പുറത്തിരിക്കുകയാണ്. മിമയെ സ്നേഹിച്ചിരുന്ന ആൾക്കാർ. അവരുടെ ആരോ ഒരാൾ മരിച്ച പോലെയാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് മിമയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ആ റൂമിന്റെ പുറത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല റീത്ത് പോലെ എന്തൊക്കെയോ അവരവിടെ വെക്കുകയും ചെയ്തു. ഇപ്പം എല്ലാവരും തന്നെ മിമയെ നല്ലവണ്ണം മിസ് ചെയ്യുന്നുണ്ട്. ഈ സമയം മിമറോബ് ആണെങ്കിൽ വളരെ സങ്കടത്തിൽ അവളുടെ റൂമിൽ കിടക്കുകയാണ്. അവൾ വല്ലാണ്ട് കരയുന്നുണ്ട്. അതിനിടയിലാണ് ആ റോബർട്ട് അങ്ങോട്ട് വരുന്നത്. റോബർട്ട് ഇപ്പോൾ അവളോട് പറയുന്നത്, മോളെ മിമറോബെ, ഒരു പ്രശ്നമുണ്ട്. മിമ കേടുവരാൻ കാരണം നീയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അവർ നിന്നെ പണിഷ് ചെയ്യാൻ പോവാണ് എന്നാണ് റോബർട്ട് പറയുന്നത്. അതേക്ക് നമുക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നാണ് അവളുടെ ചോദ്യം. അങ്ങനെ ഈ ഒരു പണിഷ്മെന്റിന്റെ കാര്യം ഇസഗേല് പറഞ്ഞു. അവളത് നേരിട്ട് ചോദിക്കാൻ വേണ്ടി നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് വന്നു. എന്തിനാണ് നിങ്ങൾ അവളെ പണിഷ് ചെയ്യുന്നത്? അവൾ എന്ത് ചെയ്തിട്ടാണ്? കുറച്ച് ദേഷ്യത്തിലാണ് ഇസഗേൽ അത് ചോദിക്കുന്നത്. എന്നാൽ ക്യാപ്റ്റൻ അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ ഉറപ്പായിട്ടും പണിഷ് ചെയ്യുന്ന പറയുക മാത്രമല്ല, വളരെ വൃത്തിയായിട്ട രീതിയിൽ അയാൾ ഇസഗേലിനോട് സംസാരിക്കുകയും ചെയ്തു. അത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ ശരിക്കും അയക്കിട്ട് കൊടുത്തു. അതിനെ തുടർന്ന് അവന്മാരെല്ലാവരും കൂടെ അവളെ കയറി പിടിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇസഗേലിനെ കാണാത്തോണ്ട് മിമറോബ് ഇപ്പം ഇസഗേൽ താമസിക്കുന്ന ഫ്ലോറിലേക്ക് വന്നു. അവൾ അവിടുന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവൾക്കൊരു പണി കിട്ടുന്നത്. അവൾ അവിടെ ലോക്കായി. ആ ഫ്ലോറിൽ നിന്നും അവൾക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഈ സമയം 2 സെക്യൂരിറ്റീസ് വന്നിട്ട് അവൾ അവിടുന്ന് പിടിക്കുകയും ചെയ്തു. അങ്ങനെ അവളെ കൊണ്ടുവിടുന്നത് ഒരു റൂമിന്റെ അകത്താണ്. ഈ സമയം മിമറോബ് നോക്കുമ്പോൾ ഇസഗേലിനെയും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അവന്മാർ അവളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടാണ് ആ റൂമിലേക്ക് ആക്കിയിരിക്കുന്നത്. അത് കണ്ട് മിമറോബിനാണെങ്കിൽ ശരിക്കും ഒരു ഞെട്ടലായിരുന്നു.
അങ്ങനെ അണ്യറ എന്ന സ്പേസ്ഷിപ്പ് യാത്ര തുടങ്ങിയിട്ടിപ്പം 4 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇസഗേലിനെയും മിമറോബിനെയും പൂട്ടിയിട്ട കാര്യം കുറെ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിൽ ചില ആൾക്കാർ ചേർന്ന് ഇപ്പോൾ ഒരു ടീം ഉണ്ടാക്കി. ഇതിനെ കൾട്ട് എന്നാണ് പറയുന്നത്. അവരിങ്ങനെ നിയമമൊക്കെ കയ്യിലെടുക്കാൻ തുടങ്ങി. കൂട്ടത്തോടെ ഇരുന്ന് പ്രാർത്ഥന നടത്തുക, അവരെ പുറത്തു വിടാൻ വേണ്ടി സമരം ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. മാത്രമല്ല വേറൊരു പ്രശ്നം കൂടെ അവർക്ക് വന്നു. ഈ സമയമാകുമ്പോഴേക്കും 48ഓളം ആൾക്കാർ ഈ ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ കാരണം ക്യാപ്റ്റനാണെങ്കിൽ ശരിക്കും പൊറുതിമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം ജയിലിൽ അടച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരും വെളിയിലേക്ക് ഇറക്കി. ആ കൂട്ടത്തിൽ മിമറോബും ഇസഗേലും ഉണ്ട്. പുറത്തേക്ക് ഇറക്കുക മാത്രമല്ല, അവർക്ക് അവരുടെ ജോലിയും കൊടുത്തു. ഇസഗേലിന് കൊടുത്തിരിക്കുന്നത് അവളുടെ പഴയ ജോലി തന്നെയാണ്, ആസ്ട്രോനട്ടായിട്ട്. എന്നാൽ മിമറോബിന് ഇപ്പൊ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, മിമ്മ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അവർക്ക് കൊടുത്ത ജോലി ടീച്ചറായിട്ടാണ്. ഇതൊന്നും കൂടാതെ അവർക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യം കൂടെ അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും കാലം ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടായിരുന്നല്ലോ താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പം ഇവർക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി അവർ റൂമും കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അങ്ങനെ യാത്ര തുടങ്ങിയിട്ടിപ്പം 5ാമത്തെ വർഷമായി. ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടാക്കിയെടുക്കാന്നുള്ള രീതിയിൽ ഇസഗേൽ ഇപ്പോൾ പ്രഗ്നന്റ് ആയി. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഈ ഒരു കാര്യത്തിൽ മിമറോബിനാണ് ഏറ്റവും സന്തോഷം. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഇസഗേലിന്റെ കാര്യമാണെങ്കിൽ ഈ ഒറ്റപ്പെടലിന്റെ വേദന കാരണം അവൾക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ ഉണ്ട്. അതുകൊണ്ട് ഏത് സമയവും അവളൊരു സാഡ് മൂഡിലാണ്. ഈ സമയം മിമറോബ് പോയിരിക്കുന്നത് പഴയ മിമ റൂമിലേക്കാണ്. മിമയെ എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്ന കാര്യമാണ് അവൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് പൂർണ്ണമായിട്ടും മിമയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് ചെറിയ രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവൾ ചെക്ക് ചെയ്യുന്നത്. ആ പരിശോധനയ്ക്കിടെ അവൾ അവളുടെ പഴയ റൂമിലേക്കൊന്ന് പോയി നോക്കുന്നുണ്ട്. അയ്യോ, അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാര്യം പറയേ വേണ്ട. നമ്മുടെ അമ്മച്ചി ഉണ്ടല്ലോ, കള്ളു കുടിച്ച് ഫിറ്റായി ഛർദ്ദിച്ച് അത് തന്നെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് കയറിയതും അവൾ പെട്ടെന്ന് തന്നെ സാധനം എടുത്തിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഒറ്റപ്പെടുകയാണ്, മുന്നിലോട്ട് ഇനി ജീവിതമൊന്നുമില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളെ. അങ്ങനെ മിമറോബ് അടുത്തതായിട്ട് പോകുന്നത് ക്യാപ്റ്റനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവളിപ്പോൾ മിമയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തി. ആ ഒരു കാര്യമാണ് അവളിപ്പോൾ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്നത്. അത് ഒരു ബീം സ്ക്രീനാണ്, അതായത് പ്രൊജക്ടർ പോലൊരു സാധനം. ഭൂമിയിലെ ഇമേജസ് ഒക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാം. അത് കാണുമ്പോൾ ആൾക്കാർക്ക് തൽക്കാലം ഒരു ആശ്വാസം കിട്ടും. മാത്രമല്ല ഇത് റൂമിന്റെ അകത്തല്ല പ്രൊജക്ട് ചെയ്യുന്നത്. അവളുടെ പ്ലാൻ ഇത് സ്പേസിലേക്ക് പ്രൊജക്ട് ചെയ്യാനാണ്. അതാവുമ്പോൾ എല്ലാവർക്കും ഒരേ സമയം തന്നെ കാണാനും പറ്റും. എന്നാൽ അവൾ ആ കാര്യം പറയുമ്പോൾ ക്യാപ്റ്റൻ ഇതിന് സമ്മതിക്കുന്നില്ല. നോക്ക് മിമറോ, നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഇവിടെ താമസിക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ തിരക്കിലാണ് നമ്മൾ. മാത്രമല്ല നിനക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് നീ ആ കാര്യം ചെയ്താൽ മതി, വേറെ നിന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും ഇവിടെ നടത്തണ്ട എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മിമറോബിനാണ് ശരിക്കും നിരാശയായി. അങ്ങനെ ഇരിക്കെ ഇസഗേലിന്റെ ഡെലിവറി കഴിഞ്ഞു. മിമറോബിനെ സംബന്ധിച്ചിട്ട് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവളിപ്പോൾ കുട്ടിയെ കളിപ്പിക്കുന്ന തിരക്കിലാണ്. ഈ സമയം തന്നെ അണ്യറ എന്ന് പറയുന്ന സ്പേസ്ഷിപ്പ് ആണെങ്കിൽ അനന്തമായ സ്പേസിലൂടെ അതിന്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ആ സ്പേസ്ഷിപ്പിന്റെ ഒരു ആന്റിന ഒരു കാര്യം ഡിറ്റക്ട് ചെയ്യുന്നത്. ഇപ്പൊ കൺട്രോൾ റൂമിൽ എല്ലാവരും അതെന്താണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയിൽ അവർക്ക് മനസ്സിലായ കാര്യം അതിന് 100 മീറ്റർ നീളമുണ്ട്, 2 മീറ്റർ വീതിയും. അതുകൊണ്ട് ഉറപ്പായിട്ടും അതൊരു റെസ്ക്യൂ ഷിപ്പ് അല്ല. പിന്നെയും പരിശോധിച്ച് കഴിഞ്ഞപ്പം അത് ഫ്യൂവല് കൊണ്ടുവരുന്ന പ്രോബാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതായത് ആരോ ഇവർക്ക് സഹായം അയച്ചിരിക്കുന്നു. അതിന്റെ വേഗത കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്നും 1 വർഷത്തിനുള്ളിൽ ആ പ്രോബ് ഇവരുടെ സ്പേസ്ഷിപ്പിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ഇനി അവർക്ക് തിരിച്ചു പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ ഒരു സന്തോഷ വാർത്ത ക്യാപ്റ്റൻ എല്ലാവരെയും അറിയിച്ചു. അതിനെ തുടർന്ന് സ്പേസ്ഷിപ്പിലുള്ള മുഴുവൻ ആൾക്കാരും അവിടുത്തെ ബാറിലിങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 വർഷത്തിന് ശേഷം ആ പ്രോബ് ഇപ്പം ആ സ്പേസ്ഷിപ്പിന്റെ തൊട്ടടുത്തെത്തി. പക്ഷെ അത് നല്ല വേഗതയിലാണ് വരുന്നത്. ഈ ഒരു വേഗതയിൽ അവർക്ക് അതിനെ പിടിക്കാൻ പറ്റത്തില്ല. അതിന് വേഗത കുറയ്ക്കണം. അതിനുവേണ്ടി അവർ സ്പേസ്ഷിപ്പിലെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാവിറ്റി ഓണാക്കുകയാണ്. അങ്ങനെ അത് ഓണാക്കി കഴിയുമ്പം ആ സ്പേസ് പ്രോബിന്റെ വേഗത കുറഞ്ഞു. ഇനിയിപ്പം അവർക്ക് അതിനെ ക്യാപ്ചർ ചെയ്യണം. അതിനുവേണ്ടി സ്പേസ്ഷിപ്പിൽ തന്നെ കുറെ റോപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതിപ്പോൾ അവർ പുറത്തേക്ക് ഇടാണ്. അങ്ങനെ വളരെ പതുക്കെ ആ റോപ്പുകളൊക്കെ ചെന്നിട്ട് ആ പ്രോബിനെ പിടിച്ചു. എന്നിട്ട് പതുക്കെ അകത്തേക്ക് വലിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തെ ശ്രമത്തിന് ശേഷം അവർ ആ പ്രോബിനെ സ്പേസ്ഷിപ്പിന്റെ അകത്തേക്കാക്കി. അതിനെ തുറന്ന് എല്ലാവരും അതിന്റെ അടുത്തേക്ക് എത്തി. അത് വലിയൊരു മിസൈൽ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും അതെന്താണ് സംഭവം എന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെ ആ ഒരു പരിശോധനയിൽ അതിനകത്തൊരു ഡോറൊന്നും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ അവരുടെ മുന്നിലൊരു വഴിയുള്ളൂ. അതിനുവേണ്ടി അവർ ലേസർ കട്ടിംഗ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവരെ കൊണ്ട് അത് കട്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും ക്യാപ്റ്റനെയും കൂട്ടി ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. അവർക്ക് ആ സംഭവം എന്താണെന്നോ അതിനകത്ത് ഫ്യൂവൽ ഉണ്ടോ എന്ന കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരാൾ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ടെക്നോളജി ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി കാണും, അതുകൊണ്ടായിരിക്കും നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് അവൻ്റെ അഭിപ്രായം. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും നിരാശയിലാണ്. എങ്കിലും എങ്ങനെയെങ്കിലും അത് തുറക്കാൻ പറ്റുമായിരിക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മിമറോബ് ഇസഗേലും ഇപ്പോൾ അവിടുത്തെ ബാറിലേക്ക് പോവാണ്. അവിടെ അത്യാവശ്യം കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ റോബർട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ അടിച്ച് നല്ല ഫിറ്റാണ്. റോബർട്ടെ ആ കൊലത്ത് കാണുമ്പോൾ മിമറോബ് അവളുടെ അടുത്ത് നിന്നു. ഈ സമയം റോബർട്ട പറയുന്നത്, നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ പച്ചയ്ക്ക് നടക്കുന്നത്? 2 അടിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ പ്രോബ് ഉണ്ടല്ലോ അതിനകത്തൊരു തേങ്ങയുമില്ല, നമ്മൾ ആരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ അവളിങ്ങനെ ഉറക്ക വിളിച്ചു പറയാണ്. ഈ കാര്യം അവിടെയുള്ള ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അവൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പണിയാണെന്ന് മനസ്സിലായ മിമറോബ് ആണെങ്കിൽ അവളെടുത്തോണ്ട് വേഗം തന്നെ അവിടുന്ന് പോയി.
അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും ഇപ്പം ആ പ്രോബിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അവർക്കത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതിനിടയിൽ റോബർട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ ഇപ്പോഴും നല്ല ഫിറ്റാണ്. ഇപ്പൊ അവൾ അവിടെയുള്ള ആൾക്കാരുടെ അടുത്തും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതേസമയം റിസപ്ഷനിലാണെങ്കിൽ വേറൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോബർട്ടെ ബാറിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ക്യാപ്റ്റനെ കാണണം, നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരവിടെ ബഹളം വെക്കുകയാണ്. എന്നാൽ റിസപ്ഷനിസ്റ്റ് അതിന് സമ്മതിക്കുന്നില്ല. അതിനിടയിൽ ഒരുത്തനാണെങ്കിൽ അകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും സെക്യൂരിറ്റി വന്നിട്ട് അവനെ മറ്റേ ടേസർ വെച്ചിട്ട് ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്താണ്. അത് കാണുമ്പോൾ എല്ലാവരും പേടിച്ചിട്ട് പുറകിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്യാപ്റ്റൻ ഇപ്പം റോബർട്ടയുടെ അടുത്തെത്തി. അവളിപ്പോഴും അടിച്ച് ഫിറ്റായി നല്ല മയക്കത്തിലാണ്. അങ്ങനെ ക്യാപ്റ്റൻ അവളെ വിളിച്ചു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ നിങ്ങളുടെ ഈ കണ്ടുപിടുത്തമുണ്ടല്ലോ, ഈ പ്രോബ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങളാണല്ലോ കണ്ടെത്തിയത്. അത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് അതിന് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അവാർഡ് തരുന്നുണ്ട്. അത് ദയവ് ചെയ്ത് നിങ്ങൾ സ്വീകരിക്കണം. പിന്നെ ആവശ്യമില്ലാതെ ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഭീതി പടർത്തരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ് എന്നാണ് ക്യാപ്റ്റൻ ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. അതിനുശേഷം അയാൾ അവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവരും വിളിച്ചു. എന്നിട്ട് പറയുന്നത് ഈ പ്രോബിനകത്ത് ഉറപ്പായിട്ട് ഫ്യൂൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത് തുറക്കുന്നത് വരെ ഇതിനെക്കുറിച്ച് ഇനി ഒരു കാര്യവും പുറത്തുള്ള ആരോടും പറയരുത്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഏക ഒരു പ്രതീക്ഷയാണ് ഈ പ്രോബ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകണം എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. ബാക്കി എല്ലാവരും അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം റോബർട്ടി ആണെങ്കിൽ എന്തൊക്കെ പെറുപുറത്തുകൊണ്ട് അവിടെ നടക്കാൻ തുടങ്ങി. അത് കാണുമ്പം ഇവളെ ഇനിയും പുറത്തേക്ക് വിട്ട പണിയാണ് എന്ന കാര്യം ക്യാപ്റ്റന് മനസ്സിലായി. ആ ഒരു ദേഷ്യത്തിൽ അയാൾ ഒരു ടേസർ എടുത്തിട്ട് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അവൾ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ഈ സമയം 2 സെക്യൂരിറ്റീസ് അവളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ റോബർട്ടയുടെ ഒരു ഫ്യൂണറലാണ്. ഇപ്പൊ ക്യാപ്റ്റനും കൂട്ടരും അവളുടെ ബോഡിയുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. അവരിപ്പം ഓരോന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ ബോഡി എടുത്ത് സ്പേസിലേക്ക് കയറിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് സ്പേസ് ഷിപ്പ് ഒരു പിങ്ക് കളർ മേഘത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നത്. അത് കാണാൻ വേണ്ടി കുറെ ആൾക്കാരൊക്കെ ആ സ്പേസ് ഷിപ്പിന്റെ മുറ്റത്തായിട്ട് ഇങ്ങനെ കൂടിയിട്ടുണ്ട്. എന്നാൽ ആ സ്പേസ് ഷിപ്പ് ആ മേഘത്തിന്റെ അകത്തേക്ക് കയറിയതും അത് മൊത്തത്തിൽ ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. അതും അപകടകരമായിട്ടുള്ള രീതിയിൽ. അതിൽപ്പെട്ട് ആൾക്കാർ മുഴുവൻ തെറിച്ചു പോവാണ്. അങ്ങനെ കുറെ നേരം ആ മേഘത്തിലൂടെ യാത്രയൊക്കെ കഴിഞ്ഞ് സ്പേസ് ഷിപ്പ് അപ്പുറത്തേക്ക് എത്തി. അതോടുകൂടെ കാര്യങ്ങളൊക്കെ നോർമലായി. എന്നാൽ സ്പേസ് ഷിപ്പിന്റെ അകത്തെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. ആ അപകടത്തിൽ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും ഇങ്ങനെ നിരത്തി കടത്തിയിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ക്യാപ്റ്റനും ഇരിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ആ പ്രോബിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോഴും അവർക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. അത് ഇവരുടെ ഒരു പ്രതീക്ഷ മാത്രമായിട്ട് തുടരുകയാണ്. ഒരു തെറ്റായ പ്രതീക്ഷ. അത് എവിടെ നിന്നാണ് വന്നതെന്നോ ആരാണ് അയച്ചതെന്നോ ആർക്കും അറിയത്തില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. മിമറോബും അവളുടെ ടീമും കൂടെ ഇപ്പൊ ആ മിമ റൂമിലാണ്. ക്യാപ്റ്റൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവൾ ഇപ്പോഴും ആ ബീം സ്ക്രീൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവൾ ഇപ്പം അത് ഉണ്ടാക്കിയെടുത്തു. അതിനെ തുടർന്ന് അവൾ അത് പ്രൊജക്ട് ചെയ്യാണ്. സ്പേസിലേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അതും ഭൂമിയിലെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ഇതെല്ലാം സ്പേസ് ഷിപ്പിനകത്തുള്ള ആൾക്കാരും കാണുന്നുണ്ട്. അത് കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. മാത്രമല്ല അവരത് കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അങ്ങനെ മിമറോബിന്റെ കാര്യങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കിയതിനു ശേഷം വളരെ സന്തോഷത്തോടെ അവളിപ്പം അവളുടെ റൂമിലേക്ക് എത്തി. അതിൽ വാതിൽ മുട്ടിയിട്ട് ആരും തുറക്കുന്നില്ല. അത് കാണുമ്പോൾ അവൾ ശക്തിയായിട്ട് തള്ളി തുറന്നു. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം ആ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇസഗേലിപ്പം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്, ഡിപ്രഷൻ കാരണം. അത് കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ അവളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ക്യാപ്റ്റൻ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു. ഇതൊരു അവാർഡ് ദാന ചടങ്ങാണ്. അതിൽ അയാൾ അവാർഡ് കൊടുക്കുന്നത് മിമറോബിനാണ്. അത് ആ ബീം സ്ക്രീൻ കണ്ടുപിടിച്ചതിന്. പക്ഷേ ഇസഗേൽ മരിച്ചതുകൊണ്ട് അവൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെ ആ അവാർഡൊക്കെ മേടിച്ചതിന് ശേഷം അവൾ അവളുടെ റൂമിലേക്ക് എത്തി. ഒരു രീതിയിൽ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒരു സന്തോഷമില്ലാതെ അവൾ അങ്ങ് കയറി കിടക്കുകയാണ്. ഈ സമയം അടുത്തായിട്ട് കാണിക്കുന്നത് അവിടുത്തെ ആ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റമാണ്. അതിന്റെ പണിയൊക്കെ ഏകദേശം 90% തീർന്നിട്ടുണ്ട്. അങ്ങനെ ഈ യാത്ര തുടങ്ങിയിട്ടിപ്പം 24 വർഷമായി. അതിൽ ബാക്കിയായവരുടെ അവസ്ഥ വളരെ മോശമാണ്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇനി എത്ര ദിവസം അവർ ജീവനോടെ ഇരിക്കും എന്ന കാര്യം പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഈ യാത്ര തുടങ്ങിയിട്ടിപ്പം 59,81,407 വർഷങ്ങളായി. ആ സ്പേസ് ഷിപ്പ് ഇപ്പോൾ ലൈറ എന്നു പേരുള്ള ഒരു നക്ഷത്ര സമൂഹത്തിലേക്ക് പ്രവേശിച്ചു. ഈ സമയം സ്പേസ് ഷിപ്പിനകത്ത അവസ്ഥയാണെങ്കിൽ അതിനകത്ത് മനുഷ്യരായിട്ട് ആരും തന്നെയില്ല. വെറും ചാരമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ കൂടെ ഒരു മനുഷ്യന്റെ താടിയിൽ ഇങ്ങനെ പറന്നു നടക്കുന്നതാണ്. മനുഷ്യന്റേതായിട്ട് വേറെ ഒന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല. ഈ സമയം സ്പേസ് ഷിപ്പ് ആണെങ്കിൽ മുന്നോട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡിലായി ഭൂമിയെ പോലെ ഒരു ഗ്രഹം നമുക്ക് കാണാം. ആ ഗ്രഹം ഇപ്പൊ അതിനെ വെൽക്കം ചെയ്യാണ്. എന്നാൽ അവിടേക്ക് ചെന്ന് ഇറങ്ങാൻ ആരും തന്നെ ബാക്കിയില്ല. ആ സ്പേസ് ഷിപ്പ് ഇപ്പം ഒരു ശവകുടീരം മാത്രമാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. എന്ത് കാണിച്ചാലും, എത്രയൊക്കെ അഹങ്കരിച്ചാലും, എന്തൊക്കെ ഉണ്ടാക്കിയാലും വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവരും ചാരമായിട്ട് തീരാനുള്ളതാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ സാധ്യതകളോ അതിങ്ങനെ അനന്തമായിട്ട് നീണ്ടു കിടക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി ഇറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.